ഐടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിദേശി സ്വദേശി കടന്നേറ്റത്തിനെതിരെ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. ജനമൈത്രി സുരക്ഷാ ജില്ലാ സെമിനാർ നാളെ ഇരിഞ്ഞാലക്കുടയിൽ. അമരത്ത് രാധാകൃഷ്ണൻ ചരമവാർഷികവും ആഘോഷിച്ചു. ഫാദർ ജോസിംഗൻ കലാരത്ന വിജയികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. വിദേശി സ്വദേശികളുടെ കടന്നുകയറ്റത്തിനെതിരെ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. കേരള വ്യാപാര വ്യവസായ സമിതിയും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയും കേരളത്തിലൊട്ടാകെ കുത്തക വ്യാപാര രംഗങ്ങൾക്കെതിരായുള്ള ഹർത്താലിൽ ഇരിഞ്ഞാലക്കുട മേഖലയിൽ പൂർണ്ണമായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ ഒരുവിധം മുഴുവൻ കടകളും തന്നെ അടഞ്ഞുകിടക്കുകയായിരുന്നു. ടൗണിൽ ഇന്നലെ രാത്രി തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടന്നിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ DM പ്രസന്നൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നൂറനാക്കിന് വ്യാപാരി വ്യവസായ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ചില്ലറ വ്യാപാര മേഖലയിലേക്കുള്ള കുത്തകളുടെ കടന്നുവരവും ചില്ലറ വ്യാപാര രംഗത്ത് കുത്തകൾക്കുള്ള സർക്കാർ അംഗീകാരം നൽകലുമായിരുന്നു പ്രധാനമായും ഈ ഹർത്താലിന് കാരണമായി കാണപ്പെടുന്നത്. ഈ ഹർത്താൽ ഇരിഞ്ഞാലക്കുട മേഖലയിൽ പൂർണ്ണമായിരുന്നു. മുഴുവൻ കടകൾ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ അടഞ്ഞുകിടന്നു എന്ന് പറയാം. ജനമൈത്രി സുരക്ഷാ പദ്ധതി ജില്ലാ സെമിനാർ നാളെ ഇരിഞ്ഞാലക്കുടയിൽ. 25 വാർഡിലാണ്. അതില് ബേസിക് സ്ട്രക്ചറായിട്ട് ഇതിന്റെ യൂണിറ്റ് ഒരു ബീറ്റാണ്. ബീറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മാൻ പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ പോസ്റ്റ്മാൻ അധികം പണിയൊന്നുമില്ല, പണ്ട് കാലത്ത് പോസ്റ്റ്മാൻ നടന്നെത്താവുന്ന ദൂരം അതൊരു ബീറ്റായിട്ട് കണക്കാക്കി. അങ്ങനെ വരുമ്പോൾ 2 or 3 വാർഡുകൾ ഒരുമിച്ച് ചേർത്ത് 8 ബീറ്റുകളാക്കിയിട്ട് ഈ മുനിസിപ്പൽ കൌൺസിൽ ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്തു. 8 ബീറ്റ് കോൺസ്റ്റബിൾസ് ആയിരിക്കും. കോൺസ്റ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIC ആവും, HC ആവാം, നല്ല പോലീസുകാർ നല്ല ആൾക്കാരാണെങ്കിൽ അവർ വയ്ക്കാം. അപ്പോൾ ഇവരെ ഏറ്റവും ചുരുങ്ങിയത് 2 കൊല്ലത്തേക്ക് നമ്മൾ ആ ബീറ്റിൽ അവിടെ അവരെ മാറ്റില്ല. ആ ബീറ്റിന്റെ ചുമതലകൾക്ക് 2 കൊല്ലത്തോളം അവർ നിർവഹിക്കേണ്ടി വരും. അവർ ചാർജ് എടുത്തതിന് ശേഷം 3 മാസത്തേക്ക് ആ ബീറ്റിലുള്ള സകലമാന ജനങ്ങളായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ചിരിക്കും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം മാർച്ച് 8 തീയതി ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും KPCC മെമ്പറുമായിരുന്ന അമരത്ത് രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് അനുസ്മരണ യോഗം നടത്തി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസിംഗൻ കലാരത്ന അവാർഡിന്റെ ആദ്യ വിജയിയായി കേരളവർമ്മ കോളേജിലെ P. വിജയരാജനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിഞ്ഞാലക്കുട രൂപത സോഷ്യൽ ആക്ഷൻ ഫോറത്തിന്റെ ചാലക്കുടി, കൊടകര, കുറ്റിക്കാട് ഫൊറോന ഭാരവാഹികളുടെ രൂപത കൺവെൻഷൻ ഫാദർ മോൺസന്യൂർ വിൻസെന്റ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട പുല്ലൂർ കല്ലിങ്ങപ്പുറം അയ്യപ്പൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടും ഉത്സവവും ഇന്നും നാളെയും ആഘോഷിക്കും. ഇരിഞ്ഞാലക്കുട 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ ഡാണാവൂർ, പുല്ലൂർ, അരിപ്പാലം, നടവരമ്പ്, ചേലൂർ എന്നീ പ്രദേശങ്ങളിൽ 25-ാം തീയതി തിങ്കളാഴ്ച 8 മണി മുതൽ 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KSEB അറിയിച്ചു. ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഊരകം കോക്കാട്ട് റോസി 78 അന്തരിച്ചു. സംസ്കാര കർമ്മം ഊരകം സെന്റ് ജോസഫ് ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു. ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.